ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ആവർത്തന പുസ്തകം 3-4 അധ്യായങ്ങൾ. അധ്യായം 3. അനന്തരം നാം തിരിഞ്ഞ് ബാശാനിലേക്കുള്ള വഴിയായി പോയി. അപ്പോൾ ബാശാൻ രാജാവായ ഓഗും അവൻ്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ട് എദ്രയിൽ വെച്ച് പടയേറ്റു. എന്നാൽ യഹോവ എന്നോട്, അവനെ ഭയപ്പെടരുത്, ഞാൻ അവനെയും അവൻ്റെ സർവ്വജനത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹെശ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ നീ അവനോടും ചെയ്യും എന്ന് കൽപ്പിച്ചു. അങ്ങനെ നമ്മുടെ ദൈവമായ യഹോവ ബാശാൻ രാജാവായ ഓഗിനെയും അവൻ്റെ സകല ജനത്തെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവന് ആരും ശേഷിക്കാതെ വണ്ണം നാം അവനെ സംഹരിച്ചു കളഞ്ഞു. അക്കാലത്ത് നാം അവൻ്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ച് നാം അവരുടെ പക്കൽ നിന്ന് പിടിക്കാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. ബാശാനിലെ ഓഗിൻ്റെ രാജ്യമായ 60 പട്ടണങ്ങളുള്ള അർഗോബ് ദേശമൊക്കെയും നാട്ടുംപുറങ്ങളിലെ അനവധി ഊരുകളും പിടിച്ചു. ആ പട്ടണങ്ങളിൽ എല്ലാം ഉയർന്ന മതിലുകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ഉറപ്പിച്ചിരുന്നു. ഹെശ്ബോൻ രാജാവായ സീഹോനോടും ചെയ്തതുപോലെ നാം അവയെ നിർമൂലമാക്കി. പട്ടണം തോറും പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിർമൂലമാക്കി. എന്നാൽ നാൽക്കാലികളെ ഒക്കെയും പട്ടണങ്ങളിലെ അപഹൃതവും നാം കൊള്ളയിട്ട് എടുത്തു. അങ്ങനെ അക്കാലത്ത് അമോര്യരുടെ 2 രാജാക്കന്മാരുടെയും കയ്യിൽ നിന്ന് യോർദാൻ അക്കരെ അർണോൻ താഴ്വര തുടങ്ങി ഹെർമോൻ പർവ്വതം വരെയുള്ള ദേശവും, സീദോന്യർ ഹെർമോന് സിറിയോൻ എന്നും അമോര്യരോ അതിന് സെനീർ എന്നും പേർ പറയുന്നു, സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഗിലെയാദ് മുഴുവനും, ബാശാനിലെ ഓഗിൻ്റെ രാജ്യത്തിൽ ഉൾപ്പെട്ട സൽക്ക, എദ്രെയി എന്നീ പട്ടണങ്ങൾ വരെയുള്ള ബാശാൻ മുഴുവനും നാം പിടിച്ചു. ബാശാൻ രാജാവായ ഓഗ് മാത്രമേ മലന്മാരിൽ ശേഷിച്ചിരുന്നുള്ളൂ. ഇരുമ്പ് കൊണ്ടുള്ള അവൻ്റെ മഞ്ചം അമോന്യ നഗരമായ രബ്ബയിലുണ്ടല്ലോ. അതിന് പുരുഷൻ്റെ കൈക്ക് 9 മുഴം നീളവും 4 മുഴം വീതിയും ഉണ്ട്. ഈ ദേശം നാം അക്കാലത്ത് കൈവശമാക്കി അർണോൻ താഴ്വരയ്ക്കരികെയുള്ള അരോവോർ മുതൽ ഗിലെയാദ് മലനാട്ടിൻ്റെ പാതിയും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ രൂബേന്യർക്കും ഗാദ്യർക്കും കൊടുത്തു. ശേഷം ഗിലെയാദും ഓഗിൻ്റെ രാജ്യമായ ബാശാൻ മുഴുവനും അർഗോബ് ദേശം മുഴുവനും ഞാൻ മനശ്ശെയുടെ പാതി ഗോത്രത്തിനും കൊടുത്തു. ബാശാന് മുഴുവനും മലന്മാരുടെ ദേശമെന്ന് പേർ പറയുന്നു. മനശ്ശെയുടെ മകനായ യായീർ ഗശൂശ്യരുടെയും മഖാത്യരുടെയും അതിർവരെ അർഗോബ് ദേശം മുഴുവനും പിടിച്ചു. തൻ്റെ പേരിൻ പ്രകാരം ബാശാന് ഹവേത്ത് യായീർ എന്ന് പേരിട്ടു. ഇന്നുവരെ ആ പേർ തന്നെ പറഞ്ഞു വരുന്നു. മാഖീരിന് ഞാൻ ഗിലെയാദ് ദേശം കൊടുത്തു. രൂബേന്യർക്കും ഗാദ്യർക്കും ഗിലെയാദ് മുതൽ അർണോൻ താഴ്വരയുടെ മധ്യപ്രദേശവും അതിരും, അമോന്യരുടെ അതിരായ യാബോക്ക് തോടുവരെയും കിന്നേറത്ത് തുടങ്ങി കിഴക്കോട്ട് പിസ്ഗയുടെ ചരിവിന് താഴെ ഉപ്പുകടലായ അരാബയിലെ കടൽ വരെ അരാബയും യോർദാൻ പ്രദേശവും ഞാൻ കൊടുത്തു. അക്കാലത്ത് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഈ ദേശത്തെ അവകാശമായി തന്നിരിക്കുന്നു. നിങ്ങളിൽ യുദ്ധപ്രാപ്തരായ എല്ലാവരും ഇസ്രായേല്യരായ നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു പോകണം. നിങ്ങളുടെ ഭാര്യമാരും മക്കളും നിങ്ങളുടെ ആടുമാടുകളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. ആടുമാടുകൾ നിങ്ങൾക്ക് വളരെ ഉണ്ട് എന്ന് എനിക്കറിയാം. യഹോവ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും യോർദാൻ അക്കരെ നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശത്തെ അവർ കൈവശമാക്കുകയും ചെയ്യുവോളം തന്നെ പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിന് മടങ്ങിപ്പോരേണം. അക്കാലത്ത് ഞാൻ യോശുവയോട് ആജ്ഞാപിച്ചത്, നിങ്ങളുടെ ദൈവമായ യഹോവ ആ 2 രാജാക്കന്മാരോട് ചെയ്തതൊക്കെയും നീ കണ്ണാലെ കണ്ടുവല്ലോ. നീ കടന്നു ചെല്ലുന്ന സകല രാജ്യങ്ങളോടും യഹോവ അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങൾ അവരെ ഭയപ്പെടരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അക്കാലത്ത് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, കർത്താവായ യഹോവേ, നിന്റെ മഹത്വവും നിന്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീര്യപ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ. ഞാൻ കടന്നു ചെല്ലുന്ന യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലബനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു. എൻ്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട്, മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. പിസ്ഗയുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കാണുക. ഈ യോർദാൻ നീ കടക്കയില്ല. യോശുവയോട് കൽപ്പിച്ചു അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക. അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും. നീ കാണുന്ന ദേശം അവൻ അവർക്ക് അവകാശമായി പങ്കിട്ട് കൊടുക്കും എന്നരുളി ചെയ്തു. അങ്ങനെ നാം ബേത് പെയോരിനെതിരെ താഴ്വരയിൽ പാർത്തു. അധ്യായം 4. ഇപ്പോൾ ഇസ്രായേലേ, നിങ്ങൾ ജീവിച്ചിരിപ്പാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം
ചെന്ന് കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പീൻ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ബാൽ പെയേരിൻ്റെ സംഗതിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നു. ബാൽ പെയേരിനെ പിന്തുടർന്നവരെ ഒക്കെയും നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരുന്ന നിങ്ങളൊക്കെയും ഇന്ന് ജീവനോടിരിക്കുന്നു. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു. അവയെ പ്രമാണിച്ച് നടപ്പിൻ. അത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. അവർ ഈ കൽപ്പനയൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠജാതി ജ്ഞാനവും വിവേകവും ഉള്ള ജനം തന്നെ എന്ന് പറയും. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠജാതി ഏതുള്ളൂ. കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട്, ജനത്തെ എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക, ഞാൻ എൻ്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണമെന്ന് കൽപ്പിച്ചുവല്ലോ. അങ്ങനെ നിങ്ങൾ അടുത്തു വന്ന് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ നിന്നു. അന്ധകാരവും മേഘവും കൂരിരുളും ഉണ്ടായിരിക്കെ പർവ്വതം ആകാശമധ്യത്തോളം തീ കാളിക്കൊത്തിക്കൊണ്ടിരുന്നു. യഹോവ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്തു. നിങ്ങൾ വാക്കുകളുടെ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം കേട്ടതല്ലാതെ രൂപമൊന്നും കണ്ടില്ല. നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് അവൻ നിങ്ങളോട് കൽപ്പിച്ച തൻ്റെ നിയമമായ 10 കൽപ്പന അവൻ നിങ്ങളെ അറിയിക്കുകയും 2 കൽപ്പലകയിൽ എഴുതുകയും ചെയ്തു. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനുള്ള ചട്ടങ്ങളും വിധികളും നിങ്ങൾ ഉപദേശിക്കണമെന്ന് യഹോവ അക്കാലത്ത് എന്നോട് കൽപ്പിച്ചു. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിൻ്റെയും സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിൻ്റെയും സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. അവയെ നിന്റെ ദൈവമായ യഹോവ ആകാശത്തിന് കീഴങ്ങുമുള്ള സർവ്വജാതികൾക്കും പങ്കിട്ടു കൊടുത്തിരിക്കുന്നു. നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശ ജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്ത് നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചു. ഞാൻ യോർദാൻ കടക്കയില്ല എന്നും നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന നല്ല ദേശത്തിൽ ഞാൻ ചെല്ലുകയില്ലെന്നും സത്യം ചെയ്തു. ആകയാൽ ഞാൻ യോർദാൻ കടക്കാതെ ഈ ദേശത്ത് വെച്ച് മരിക്കും. നിങ്ങളോ കടന്നു ചെന്ന് ആ നല്ല ദേശം കൈവശമാക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് ചെയ്തിട്ടുള്ള അവൻ്റെ നിയമം നിങ്ങൾ മറന്ന് നിന്റെ ദൈവമായ യഹോവ വിരോധിച്ചതുപോലെ യാതൊന്നിൻ്റെയും സദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീഷ്ണതയുള്ള ദൈവം തന്നെ. നീ മക്കളെയും മക്കളുടെ മക്കളെയും ജനിപ്പിച്ച് ദേശത്ത് ഏറെ കാലം പാർത്ത് വഷളായി തീർന്നിട്ട് വലതിനെ സദൃശമായ വിഗ്രഹം ഉണ്ടാക്കി നിന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് അവനെ കോപിപ്പിച്ചാൽ നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്തു നിന്ന് നിങ്ങൾ വേഗത്തിൽ നശിച്ചു പോകുമെന്ന് ഞാൻ ഇന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്ക് വിരോധമായി സാക്ഷി നിർത്തി പറയുന്നു. നിങ്ങൾ അവിടെ ദീർഘായുസ്സോടെ ഇരിക്കാതെ നിർമൂലമായി പോകും. യഹോവ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിക്കും. യഹോവ നിങ്ങളെ കൊണ്ടുപോയാകുന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ ചുരുക്കം പേരായി ശേഷിക്കും. കാൺമാനും കേൾപ്പാനും ഭക്ഷിപ്പാനും മണക്കുവാനും പ്രാപ്തിയില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള മനുഷ്യരുടെ കൈപ്പണിയായ ദേവന്മാരെ നിങ്ങൾ അവിടെ സേവിക്കും. എങ്കിലും അവിടെ വച്ച് നിന്റെ ദൈവമായ യഹോവയെ നീ തിരയുകയും
പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും. നീ ക്ലേശത്തിലാകുകയും ഇവതൊക്കെയും നിന്റെ മേൽ വരികയും ചെയ്യുമ്പോൾ നീ ഭാവി കാലത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് അവൻ്റെ വാക്കനുസരിക്കും. നിന്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ. അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയില്ല. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തൻ്റെ നിയമം മറക്കുകയുമില്ല. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച നാൾ മുതൽ നിനക്ക് മുമ്പായ പൂർവ്വകാലത്തിലും ആകാശത്തിൻ്റെ ഒരു അറ്റം തുടങ്ങി മറ്റേ അറ്റത്തോളവും എവിടെയെങ്കിലും ഇങ്ങനെയുള്ള മഹാകാര്യം നടന്നിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ എന്ന് നീ അന്വേഷിക്കുക. ഏതൊരു ജാതിയെങ്കിലും നീ കേട്ടതുപോലെ തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ജീവനോടിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ യഹോവ മിസ്രൈമിൽ വെച്ച് നീ കാണുകെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെയൊക്കെയും പരീക്ഷകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധം, ബലമുള്ള കൈ, നീട്ടിയ ഭുജം, വലിയ ഭയങ്കര പ്രവൃത്തികൾ എന്നിവയാൽ ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്ന് തനിക്കായി ചെന്നെടുപ്പാൻ ഉദ്യമിച്ചിട്ടുണ്ടോ? നിനക്കോ ഇത് കാണുവാൻ സംഗതി വന്നു. യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് തന്നെ. അവൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കുന്നതിന് ആകാശത്തു നിന്ന് തൻ്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ചു. ഭൂമിയിൽ തൻ്റെ മഹത്തായ തീയും നിന്നെ കാണിച്ചു. നീ അവൻ്റെ വചനവും തീയുടെ നടുവിൽ നിന്ന് കേട്ടു. നിന്റെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവൻ അവരുടെ സന്തതിയെ തിരഞ്ഞെടുത്തു. നിന്നേക്കാൾ വലുപ്പവും ബലവുമുള്ള ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുവാനും ഇന്നുള്ളതുപോലെ അവരുടെ ദേശത്തെ നിനക്ക് അവകാശമായി തരേണ്ടതിന് നിന്നെ കൊണ്ടുപോകുവാനും തൻ്റെ സാന്നിധ്യവും മഹാശക്തിയും കൊണ്ട് മിസ്രൈമിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ചു. ആകയാൽ നീ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് നീ ഇന്ന് അറിഞ്ഞ് മനസ്സിൽ വെച്ചുകൊള്ളുക. നിനക്ക് നിന്റെ മക്കൾക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് സദാകാലത്തേക്കും നൽകുന്ന ദേശത്ത് നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കുക. അക്കാലത്ത് മോശ യോർദാൻ അക്കരെ കിഴക്ക് 3 പട്ടണം വേർതിരിച്ചു. പൂർവ്വദോഷം കൂടാതെ അബദ്ധവശാൽ കൂട്ടുകാരനെ കൊന്നവൻ ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിക്കയറി അവിടെ ചെന്ന് ജീവിച്ചിരിക്കേണ്ടതിന് തന്നെ. അങ്ങനെ മരുഭൂമിയിൽ മലനാട്ടിലുള്ള ബേസർ രൂബേന്യർക്കും ഗിലെയാദിലെ രാമോത്ത് ഗാദ്യർക്കും ബാശാനിലെ ഗോലാൻ മനശ്ശേർക്കും നിശ്ചയിച്ചു. മോശ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ വെച്ച ന്യായപ്രമാണം ഇതുതന്നെ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം മോശ യോർദാൻ അക്കരെ ഹെശ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ ദേശത്ത് ബേത് പേയരിനെതിരെയുള്ള താഴ്വരയിൽ വെച്ച് അവരോട് പറഞ്ഞ സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും ഇവ തന്നെ. മോശയും ഇസ്രായേൽ മക്കളും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം ആ രാജാവിനെ തോൽപ്പിച്ചു. അവൻ്റെ ദേശവും ബാശാൻ രാജാവായ ഓഗിൻ്റെ ദേശവുമായി അർണോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേർ മുതൽ ഹെർമോൻ എന്ന സിയോൻ പർവ്വതം വരെയും യോർദാനക്കരെ കിഴക്ക് പിസ്ഗായുടെ ചരിവിന് താഴെ അരാബയിലെ കടൽ വരെയുള്ള താഴ്വീതി ഒക്കെയും ഇങ്ങനെ യോർദാനക്കരെ കിഴക്കുള്ള 2 അമോര്യ രാജാക്കന്മാരുടെയും ദേശം കൈവശമാക്കി.